ഹലോ എവരിവൺ, നമുക്ക് ഇന്ത്യൻ ആർമിയുടെ എക്സാമിന്റെ ഡേറ്റ് ഔട്ട് ആയിട്ടുണ്ട്. ജൂൺ 30-ന്. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മാസം ലാസ്റ്റ് എന്ത് ചെയ്യും എക്സാം നടക്കും അല്ലെ. അതേപോലെ തന്നെ ജൂൺ 30-ന് എന്ത് ചെയ്യാണ് ഈ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോ 30-ാം തീയതി എന്ത് ചെയ്യും, 30-ാം തീയതി തൊട്ട് ജൂലൈ 10 വരെയൊക്കെയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, എക്സാംസ് നടക്കാൻ പോകുന്നത്. എല്ലാ എക്സാംസും ഈ ടൈം പീരീഡ് തന്നെ നടക്കും. വുമൺ മിലിറ്ററി പോലീസ്, ക്ലർക്ക്, GD, ടെക്നിക്കലി എല്ലാ എക്സാംസും എന്ത് ചെയ്യും ഈ ടൈം പീരീഡിൽ തന്നെ നടക്കും, നഴ്സിംഗ് അസിസ്റ്റന്റ് ഉൾപ്പെടെ കേട്ടോ. അപ്പൊ അതൊന്നും ഇനി ചോദിക്കണ്ട, എല്ലാ ഇതിൽ തന്നെ നടക്കും. അപ്പൊ എക്സാമിന് ഇതുവരെ പഠിക്കാത്ത കുറെ ആൾക്കാരുണ്ടാവും. അവരെന്ത് ചെയ്യാ, ഈ വീഡിയോ മൊത്തമായിട്ട് കാണാം. ഇനി അങ്ങോട്ടേക്ക് പഠിക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യാ, ഈ വീഡിയോ ഫുള്ള് കാണാൻ നിൽക്കുക കേട്ടോ. എങ്ങനെ പഠിക്കണം, ഓരോ ക്വസ്റ്റ്യൻസും ഏതൊക്കെ ഭാഗത്ത് എത്ര ക്വസ്റ്റ്യൻസ് വരും, ക്വസ്റ്റ്യൻസിന് വരുന്ന വെയിറ്റേജ്, അങ്ങനെ മൊത്തം കാര്യങ്ങളും നമ്മൾ ഈ പോർഷനിൽ പറയും. നമുക്കൊരു എക്സാം ഡേറ്റ് വരുമ്പോഴേ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതാണ്. നേവി, SSR-നും MR-നൊക്കെ നമ്മൾ പറഞ്ഞ കുറെ പോയിന്റ് ഭാഗത്തിന് അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓർത്ത് വെക്കുക, ഇതേപോലെ ഇവിടെ നമ്മൾ പറഞ്ഞു തരികയാണ്. അതെന്ത് ചെയ്യാ, നിങ്ങൾ മുഴുവൻ കേൾക്കുക കേട്ടോ. ഈ വീഡിയോ എന്ത് ചെയ്യാ, അപ്ലൈ ചെയ്ത് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രിപ്പയർ ആവാൻ പറയാം അവരോടൊക്കെ കേട്ടോ. ഇപ്പൊ തുടങ്ങിയാലും ശരി, ഈ എക്സാം നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും. ഡീറ്റെയിൽ ആയിട്ട് എക്സാം എങ്ങനെ പാസ്സാവണമെന്നും എന്തൊക്കെ പഠിക്കണം എന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതേപോലെ തന്നെ അപ്ലൈ ചെയ്ത് എല്ലാവരും എന്ത് ചെയ്യാം, നിർബന്ധമായിട്ട് ഈ വീഡിയോ കാണാൻ ഷെയർ ചെയ്യാം. നമ്മുടെ ചാനൽ ഒന്ന് എന്ത് ചെയ്യാം, സബ്സ്ക്രൈബ് ഒന്ന് അമർത്തുക. പിന്നെ ഇനി അങ്ങോട്ടേക്ക് ടെൻഷനിൽ ഒന്നും പഠിച്ചില്ലല്ലോ എന്നുള്ള ടെൻഷനിൽ നിൽക്കുന്ന പിള്ളേർക്ക് 1000 രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോഴ്സ് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് മൊത്തം പഠിക്കുന്ന മെറ്റീരിയൽസും അതുപോലെ തന്നെ ക്ലാസ്സുകളും എല്ലാം വരുന്ന ഇമ്പോർട്ടന്റ് സെക്ഷൻസ് മൊത്തം നമ്മൾ എന്ത് ചെയ്യും, ഇനി വരുന്ന ഈ ഒരു 10-25 ദിവസം കൊണ്ട് നിങ്ങൾക്ക് തരും. ഓക്കെ, 1000 രൂപയാണ് നമ്മൾ ക്ലാസ്സിന് ഫീസ് വരുന്നത്. താല്പര്യമുള്ളവർ എന്ത് ചെയ്യാം, താഴെ കാണുന്ന നമ്പറിൽ ഇപ്പൊ തന്നെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കുക, ജോയിൻ ചെയ്യുക കേട്ടോ. താല്പര്യമുള്ളവർ മാത്രം മതി. ഈ സെൽഫായിട്ട് പഠിക്കുന്ന ആൾക്കാർ നിങ്ങൾ ഇനി ഫിസിക്കലിന്റെ കാര്യം ഞാൻ ഒന്നും കൂടി പറയാം. കുറച്ചു കാലത്തേക്ക് നിങ്ങൾ ഫിസിക്കലിന് പ്രയോറിറ്റി കൊടുക്കരുത് കേട്ടോ. എല്ലാവരും പറയും ഫിസിക്കൽ ഭയങ്കര സംഭവമാണ്. ഫിസിക്കൽ ഓക്കെയാണ്, വേണം, പക്ഷെ സെക്കൻഡ് ഫേസിലാണ് വേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ഫേസിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങൾക്ക് വേണ്ടത് പാസ്സാവാന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ കോൺസെൻട്രേഷൻ മുഴുവൻ രാവിലെ എണീച്ച് ഫിസിക്കലിന് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി മാക്സിമം പഠിത്തത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നോക്കണം. എക്സാം വരാൻ പോണത് 30 ജൂൺ തൊട്ട് 10 ജൂലൈ വരെയാണ് കേട്ടോ. അപ്പൊ ശരിക്കും ശ്രദ്ധിക്കുക. അഡ്മിറ്റ് കാർഡ് ഏകദേശം ഒരു 23-ാം തീയതി ആയിട്ട് എന്ത് ചെയ്യും, റിലീസ്. 23-നും 25-നും ഇടയിൽ എന്തായിട്ട് അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യും. പിന്നെ ബാക്കി ഡേറ്റുകളൊക്കെ നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ വീഡിയോകളായിട്ട് തന്നെ നിങ്ങൾ അറിയിച്ചു തരാം. എല്ലാം കൂടെ ഇപ്പൊ തന്നെ പറയുന്നില്ല കേട്ടോ. ഓരോ സെക്കൻഡ് ഫേസ് എക്സാം ഒക്കെ വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോ ഡേറ്റുകൾ നിങ്ങൾ അറിയിച്ചു തരും കേട്ടോ. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ അക്യുറേറ്റ് ഒന്നാവില്ല, അറിയാലോ. ഇതേപോലെ കഴിഞ്ഞ പ്രാവശ്യം കുറെ 2024 കേസിൽ കുറെ പേര് കറക്റ്റ് ഡേറ്റ് ഒക്കെ പറഞ്ഞു. ഇത്ര 6-7 മാസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എന്ത് വന്നത്, ഫിസിക്കലിന് ഡേറ്റ് വന്നേ. അപ്പൊ അത് അതിനനുസരിച്ച് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ഇപ്പൊ തന്നെ നമ്മൾ വെറുതെ തള്ളിയിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ ഡേറ്റ് ഓർത്ത് വെച്ചോണം. 30 ജൂണിന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി എത്ര ദിവസം ഉണ്ട്, ഇന്ന് 5-ാം തീയതി ആയി. ഇനി 25 ദിവസമാണല്ലോ. 25 ദിവസത്തില് നിങ്ങൾക്ക് എത്ര ചാപ്റ്റർ പഠിച്ചെടുക്കാണ്ടെന്ന് അറിയാം. സ്റ്റഡി പ്ലാൻ ഞാൻ അയച്ചുതരാം. അങ്ങനെയും പഠിക്കും. ജൂൺ 1 തൊട്ടുള്ള സ്റ്റഡി പ്ലാൻ ആണ്, കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്യാം, ഇന്നോട്ടുള്ളത് പഠിച്ചാൽ മതി. സ്റ്റഡി പ്ലാൻ ഞാൻ ഫ്രീ ആയിട്ട് അയച്ചുതരാം. നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക കേട്ടോ. മെസ്സേജ് അയക്കുന്നവർക്കൊക്കെ സ്റ്റഡി പ്ലാൻ അയച്ചുതരാം. ഓക്കെ, ഇനി അഗ്നി റിക്രൂട്ട്മെന്റ് ഒരു ഓവർവ്യൂ നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു ജൂൺ 30 സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം അല്ലേ. റിക്രൂട്ട്മെന്റ് എന്താ, അഗ്നിപത് ഇൻടേക്ക് ആണ്. അഗ്നിപത് റിക്രൂട്ട്മെന്റ് സ്കീം ആണ്. അതേപോലെ ഇന്ത്യൻ ആർമിയുടെ ആണ്, ഓൺലൈനാണ് നമ്മൾ അപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തത്. എസ്റ്റിമേറ്റ് വേക്കൻസി നമ്മൾ വെക്കുന്നത് 25,000+ ആണ് കേട്ടോ. 25,000+ ആണ് നമുക്ക് വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നത്. അത് കാലിക്കറ്റ് ചെയ്യാറുള്ളത് നമുക്ക് എന്തായാലും മക്കളെ ഒരു 100-300 വേക്കൻസിയുടെ മേലെ തന്നെ ഉണ്ടാവും കേട്ടോ. ഇനി നോട്ടിഫിക്കേഷൻ ഡേറ്റ് നോക്കണം. മാർച്ചാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്ലിക്കേഷൻ 12 മാർച്ച് നമുക്ക് എന്തായി, ഏപ്രിൽ വരെ ഉണ്ടായിരുന്നു. ഏപ്രിൽ 10 വരെ ഉണ്ടായിരുന്നു, പിന്നെ ക്ലോസ് ആയി. അതേപോലെ തന്നെ എക്സാം ഡേറ്റ് വന്നതാണ് ഇവിടെ കാണിക്കുന്നത്. 30 ജൂൺ മുതൽ 12 ജൂലൈ 2025 വരെ അല്ലെ. ട്രെയിനിങ് പീരീഡ് 10 ആഴ്ച മുതൽ 6 മാസം വരെയാണ് നീണ്ടു പോകാറുള്ളത്. ഇവിടെ എഡ്യൂക്കേഷൻ റിക്വയർമെന്റ് ഇപ്രാവശ്യം വിളിച്ചിരുന്നത് ഏതൊക്കെയായിരുന്നു, 8ഉം 10ഉം +2 ആണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാം, എന്നാലും പറഞ്ഞേ ഉള്ളൂ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സബ്ജക്റ്റിലേക്ക് പോവാം. അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, ഇതുവരെ പഠിക്കാത്ത, ഇനി ആകെ 25 ദിവസം നമ്മുടെ മുമ്പിലുള്ളത്. ഇതുവരെ പഠിക്കാത്ത ആൾക്കാർക്ക് മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം. മാക്സിമം നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം കേട്ടോ. കാരണം ഓരോ ടൈം മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ എടുക്കുന്ന ടൈം, നിങ്ങളെ മൊബൈലിൽ സ്റ്റോപ്പ് വാച്ച് ഉണ്ടാവില്ലേ, സ്റ്റോപ്പ് വാച്ചിൽ നിങ്ങൾ ഞാനിപ്പോ ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് അയച്ചു തരാൻ തരിക. 50 ചോദ്യങ്ങൾ മോക്ക് ടെസ്റ്റ് അയച്ചു തരും. ഈ മോക്ക് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് ഓരോ ക്വസ്റ്റ്യൻ എടുക്കുന്ന ടൈം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മളെ വെബ്സൈറ്റിൽ AI എന്നത് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മളൊരു അടിപൊളി ലേണിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട് നമുക്ക്. അത് ത്രൂ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് അറിയാം. അവർക്ക് എത്ര ടൈം ഉണ്ടെന്ന് കാര്യങ്ങൾ, അവരുടെ പ്രോഗ്രസ് മുഴുവൻ മൈന്യൂട്ട് കാര്യങ്ങൾ നമുക്ക് അറിയാം. അത് വെച്ചിട്ടാണ് നമ്മൾ അവരെ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു സ്റ്റോപ്പ് വാച്ച് എടുക്കുക. സ്റ്റോപ്പ് വാച്ച് എടുത്തിട്ട് ആ സ്റ്റോപ്പ് വാച്ചിൽ എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ ഓരോ ലാപ്പ് ഞെക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഓവർവ്യൂ 50 ക്വസ്റ്റ്യൻ 50 ലാപ്പുകളോടെ കാണാം.
അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത്, ആ ടൈം റെഡ്യൂസ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന്. ഞങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം നിങ്ങളെ സജസ്റ്റ് ചെയ്യുക, കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ പഠിച്ചാൽ മാത്രമേ 50 ചോദ്യങ്ങൾ നിങ്ങൾക്ക് 30 മിനിറ്റോട് ചെയ്തു തീർക്കാൻ പറ്റുള്ളൂ എന്ന് മാത്രമല്ല അത് നമ്മളെ സ്കോറിലേക്ക് എത്താൻ പറ്റുള്ളൂ. നമ്മളെ ലക്ഷ്യം എന്താ, സ്മാർട്ട് വർക്ക് ചെയ്യണം. കുറെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഇനി ഒരു കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ളവരെക്കാളും കൂടുതൽ സ്മാർട്ട് ആവണം കേട്ടോ. അപ്പൊ നമുക്ക് എക്സാം പാറ്റേൺ നോക്കാം. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന പാറ്റേൺ ഞാൻ പറഞ്ഞു. നമുക്ക് എക്സാമിന്റെ പാറ്റേൺ മൊത്തം നോക്കാം. അഗ്നിവീർ ജനറൽ ഡ്യൂട്ടിന്റെ നോക്കണം. ജനറൽ നോളജ്, ജനറൽ സയൻസ്, മാത്സ് ഒക്കെയാണ് ഇവിടെ വരുന്നത്, സബ്ജക്റ്റുകൾ വരുന്നത്. 50 ചോദ്യങ്ങൾ ഉണ്ടാവും. പാസിംഗ് മാർക്ക് കൊടുക്കാം. 50ൽ 35 കിട്ടിയാൽ നിങ്ങൾ പാസ്സാവും കേട്ടോ. അതായത് 50 ചോദ്യങ്ങൾ, ഒരു ക്വസ്റ്റ്യൻ 2 മാർക്ക് വീതം, 100 മാർക്ക്. ഒരു ക്വസ്റ്റ്യന് ഏകദേശം 2 മാർക്ക് ഉണ്ടാവുന്നതാണ്. അതിൽ അങ്ങനെ 35, അതായത് ഒരു 15 ചോദ്യങ്ങൾ ശരിയാക്കി തന്നെ നിങ്ങൾക്ക് എന്തായി, ഏകദേശം 20 ചോദ്യം നിങ്ങൾ ശരിയാക്കി തന്നെ നിങ്ങൾക്ക് 40 മാർക്കായി അല്ലെ. ആ 40 മാർക്ക് കിട്ടിയ എന്തായി, നിങ്ങളെ പാസ് മാർക്കിലേക്ക് എത്തി. അതായത് ഏകദേശം ഒരു 20 ചോദ്യം നിങ്ങൾ റെഡിയാക്കിയാൽ നിങ്ങൾ പാസ് മാർക്കിന് അടുത്തേക്ക് എത്തി. അപ്പൊ എന്ത് ചെയ്യാം, മാത്സ് നമ്മൾ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 40 ചോദ്യങ്ങളെങ്കിലും നിങ്ങൾ ശരിയാക്കണം. എന്നാൽ നമ്മൾ എക്സലന്റ് കാറ്റഗറി കയറും അല്ലെ. അപ്പൊ 60 മിനിറ്റ് ആണ് നിങ്ങളുടെ ടൈം ഉണ്ടാവുക. 50 ചോദ്യങ്ങൾ 60 മിനിറ്റ് ഓർത്ത് നോക്കുക കേട്ടോ. പിന്നെ അഗ്നിവീർ ടെക്നിക്കൽ ആണെങ്കിൽ GK, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ 50 ചോദ്യങ്ങൾ ഉണ്ടാവും. പക്ഷെ ഒരു ചോദ്യത്തിന് 4 മാർക്കാണ് അവിടെ ഉണ്ടാവുക. മറ്റോടത്ത് GDക്ക് 2 മാർക്കാണെങ്കിൽ ഇവിടെ ഒരു ചോദ്യത്തിന് 4 മാർക്കാണ് ഉണ്ടാവുക. 80 മാർക്ക് കിട്ടിയാൽ നിങ്ങൾ പാസ്സാവും കേട്ടോ. പാസിംഗ് മാർക്ക് അപ്രോക്സിമേറ്റ്ലി പ്രീവിയസ് ഇയർ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. 80 മാർക്ക് കിട്ടിയ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 മാർക്കിന് മാറുന്നല്ലാതെ വലിയ വേരിയേഷൻസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ 60 മിനിറ്റ് ആണ് അവിടെയും ടൈം ഉണ്ടാവുക. ഓക്കെ, അടുത്ത അഗ്നിവീർ ക്ലർക്കാണ് അല്ലെ. ക്ലർക്കിന് നോക്കണം. GK, ജനറൽ സയൻസ്, മാത്സ്, കമ്പ്യൂട്ടർ, ഇംഗ്ലീഷ്. അതായത് നമ്മുടെ അഗ്നിവീർ GDക്ക് വരുന്ന കാര്യമുണ്ടല്ലോ, അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ജനറൽ സയൻസിലും മാത്സിലും ഒക്കെ ചോദിക്കാം. പക്ഷേ ഇവിടെ കമ്പ്യൂട്ടറും ഇംഗ്ലീഷും കൂടി എക്സ്ട്രാ ആഡ് ഓൺ ആവും. അതായത് ഇംഗ്ലീഷിന്റെ പാസേജ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അങ്ങനത്തെ കുറെ ഏരിയകളുണ്ട്, അതൊക്കെ ഫില്ലാവും. അതേപോലെ തന്നെ കമ്പ്യൂട്ടറിൽ എന്താണ് നിങ്ങളെ MS ഓഫീസ് എന്താണ്, ഹാർഡ് ഡിസ്ക് എന്താണ്, CP എന്താണ്, അങ്ങനത്തെ കുറെ ചോദ്യങ്ങൾ ഉണ്ടാവുക. അവിടെ 50 ചോദ്യങ്ങൾ ഉണ്ടാവുക. പക്ഷെ 200 മാർക്ക് ആയിരിക്കും, 80 പാസ് മാർക്ക്. ഇനി അഗ്നിവീർ ട്രേഡ്സ്മാൻ ഉണ്ടാവും. 8th അല്ലെങ്കിൽ 10th ബേസിലാണ് വരുന്നത്. ഇതേപോലത്തെ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. GK, മാത്സ്, റീസണിംഗ്, ജനറൽ സയൻസ് 50 ചോദ്യങ്ങൾ ഉണ്ടാവും. 100 മാർക്കിലാണ് ഉണ്ടാവുക. ഒരു ചോദ്യത്തിന് 2 മാർക്ക് വെച്ച് 35% 35 മാർക്ക് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും, പാസ്സാവും. 60 മിനിറ്റ് തന്നെയാണ് ടൈം വരുന്നത്. എടാ, വുമൺ മിലിറ്ററി പോലീസ് കുറെ പിള്ളേർ ചോദിക്കാറുണ്ട്. ഇത് തന്നെയാണ് വുമൺ മിലിറ്ററി പോലീസും വരാറുണ്ടോ. അഗ്നിവീർ GDന്റെ ഏകദേശം കാര്യങ്ങൾ തന്നെയാണ് വുമൺ മിലിറ്ററി പോലീസ് ചോദിക്കാറുള്ളത്. ഇനി അഗ്നിവീർ ആർമിയുടെ ആ പ്രീവിയസ് ഇയർ എക്സാമിനേഷൻ അനാലിസിസ് നമുക്ക് നോക്കി നോക്കാം. ജനറൽ നോളജിന് ഒരു മോഡറേറ്റ് ലെവൽ, വലിയ ഹാർഡ് ലെവൽ ഒന്നും വരില്ല. അതായത് ഒരു ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൂ. ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സ്, ഹിസ്റ്ററി ആൻഡ് പൊളിറ്റി, ഈ ഏരിയകൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് വേണം പോവാൻ. കറണ്ട് അഫയേഴ്സ്, ഹിസ്റ്ററി, അതേപോലെ പൊളിറ്റിക്സിന്റെ ഏരിയകൾ. ഓക്കെ, പിന്നെ എക്കണോമിക്സിന്റെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ എക്കണോമിക്സിന്റെ എക്കണോമിക്കൽ സ്റ്റാറ്റസ് ഓഫ് ഇന്ത്യയുടെ കാര്യങ്ങളും കൂടി നോക്കുക. ജനറൽ സയൻസ് നോക്കടാ, ഈസി ടു മോഡറേറ്റ്, സ്ലോ ലെവലിൽ നിന്നാണ് മോഡറേറ്റ് ലെവൽ വരെ. അതൊരു ബേസിക് ലെവലിന്റെ മേലേക്ക് എന്തുണ്ടാവില്ല, ജനറൽ നോളജ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി 10th ലെവല്, 10ാം ക്ലാസ് വരെ ലെവൽ. അതായത് ബയോളജി നിങ്ങൾക്ക് അറിയാലോ, ഡിസീസസ് കുറെ ചോദിക്കും. നമ്മൾ 10th ഉള്ള ഡിസീസുകൾ കുറെ ചോദിക്കും. അതേപോലെ തന്നെ ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ എന്താണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുക. നിയമങ്ങളും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുക, ചലന നിയമങ്ങളൊക്കെ. ഓക്കെ, കെമിസ്ട്രി ആണെങ്കിൽ മെറ്റൽസ്, നോൺ മെറ്റൽസ് ഒക്കെയാണ് ചോദിക്കുക കൂടുതലും. ഇനി മാത്തമാറ്റിക്സ് നോക്കടാ, മോഡറേറ്റ് ലെവലാണ് ഉണ്ടാവുക. അതും ഒരു ആവറേജ് ലെവലാണ് ഉണ്ടാവുക. ഫോക്കസ്ഡ് ഓൺ അരിതമെറ്റിക് ആൻഡ് അൽജിബ്ര. നിങ്ങൾ മാക്സിമം അവിടെ അരിതമെറ്റിക് പ്രോബ്ലംസിലും അൽജിബ്രായിക് പ്രോബ്ലംസിലൊക്കെയാണ് കോൺസെൻട്രേഷൻ കൊടുക്കുന്നത്. ലോജിക്കൽ റീസണിങ് ഈസിയാണ്, വളരെ ഈസിയാണ്. ലോജിക്കൽ റീസൺസിന്റെ ക്ലാസ്സുകൾ റമീസാർ സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തരാവുന്നതാണ് കേട്ടോ. ബേസിക് റീസണിങ് ആൻഡ് പാറ്റേൺ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഇവിടെ GDയുടെ ഒരു ഡെമോ ക്വസ്റ്റ്യൻ നമ്മൾ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സയൻസ് ആർ ലൈവ് ഫുള്ള് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ എന്തായാലും കാണണം കേട്ടോ. പിന്നെ ഓവറോൾ ലെവലിൽ ഇത് ആവറേജ് ലെവലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. സേഫ് അറ്റംപ്റ്റ് ഫോർ ക്വാളിഫിക്കേഷൻ. ഇത് ഞാൻ വെറുതെ അങ്ങ് തള്ളുന്നല്ല. കഴിഞ്ഞ പ്രീവിയസ് ഇയർ അതൊരു 5-6 വർഷത്തെ 2021 തൊട്ടിട്ട് 2025 വരെയുള്ള 4 വർഷത്തെ ഇത് നോക്കിയിട്ടാണ് എന്ത് ചെയ്ത് ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വലിയ ടെൻഷൻ ഒന്നും അടിക്കേണ്ട, സുഖമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാസ്സാവാൻ പറ്റും. ആവറേജ് ലെവൽ എക്സാമിനുള്ളൂ, ധൈര്യമായിട്ടിരുന്നോ കേട്ടോ. ഇനി എക്സാമിന്റെ പ്രിപ്പറേഷൻ ടിപ്പ്, ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന സാധനങ്ങൾ വർക്ക്ഔട്ട് ചെയ്താൽ നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും. ഓക്കെ, ഇപ്പോൾ നോക്കിക്കോടാ. അണ്ടർസ്റ്റാൻഡ് ദ സിലബസ്. നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് ഏകദേശം ഒരു ദൂര സ്ഥലത്തോട്ട് പോകണമെങ്കിൽ നിങ്ങൾ അറിയേണ്ട ആദ്യത്തെ ഒരു കാര്യമുണ്ട്, പോകാനുള്ള വഴി നിങ്ങൾക്ക് അറിയണം. ഇപ്പൊ ട്രെയിൻ കയറി കണ്ണൂർ പോകണമെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണെന്ന് അറിയണം, എങ്ങോട്ടേക്ക് ടിക്കറ്റ് എടുക്കണമെന്ന് അറിയണം, ഏത് ട്രെയിനാ വരുന്നത്, അങ്ങനെ കുറെ കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടത്. അതേപോലെ തന്നെയാണ് ഒരു എക്സാമിന് പ്രിപ്പയർ ആകുമ്പോൾ അതിലേക്കുള്ള വഴിയാണ് നിങ്ങൾ സിലബസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ നോക്കി, ഗോ ത്രൂ ദ ഡീറ്റെയിൽഡ് സിലബസ് ഓഫ് ദ ആർമി അഗ്നിവീർ എക്സാം ഓഫ് യുവർ കാറ്റഗറി ട്രേഡ്. നിങ്ങളുടെ ട്രേഡിനനുസരിച്ച് സിലബസുകൾ ഇനി കണ്ടുപിടിക്കാൻ സമയം കളയണ്ട. നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ട് അവിടെ ഡീറ്റെയിൽഡ് സിലബസ് ഉണ്ട്, ഒന്നും കൂടി കയറി ചെക്ക് ചെയ്തോളാം.
ക്രിയേറ്റ് എ സ്റ്റഡി പ്ലാൻ. സ്റ്റഡി പ്ലാൻ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വാട്സാപ്പിൽ മെസ്സേജ് ആയി തരാം. ഇനി അതിലൊന്നും നിങ്ങൾ സമയം കളയണം, അതിനൊന്നും സമയമില്ല നമുക്ക് കേട്ടോ. ഇനി ഫോക്കസ് ഓൺ ബേസിക്സ്, അത് ഇമ്പോർട്ടന്റ് കാര്യമാണ്. ബേസിക്സ് ആദ്യം പോയിട്ട് ഞാൻ അവസാനത്ത് പഠിക്കാനല്ല, ബേസിക്സ് എന്താണോ അത് നിങ്ങൾ ആദ്യം അറിഞ്ഞ് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ബിൽഡ് സ്ട്രോങ് ഫണ്ടമെന്റൽ ഇൻ മാത്സ്, ജനറൽ സയൻസ് ആൻഡ് റീസണിങ്. മാത്സിലൊക്കെ ബേസിക്സ് അറിഞ്ഞാൽ മാത്രമേ, ഗുണനം ഹരണം അങ്ങനത്തെ കുറെ സംഭവമൊക്കെ ഉണ്ട്, അതൊക്കെ ബേസിക്സ് കാര്യങ്ങളാണ്. അതൊക്കെ നിങ്ങൾ ആദ്യം ബേസിക് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒക്കെ ഫിൽ ചെയ്ത് പഠിക്കാം. പ്രാക്ടീസ് പ്രീവിയസ് ഇയർ പേപ്പർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ വീക്കിലി ഒരു പേപ്പർ കൊടുക്കുന്നത്, ഇനി വീക്കിലി 2 പേപ്പർ ആയിട്ടാണ് നമ്മളിപ്പോ കൊടുത്തോണ്ടിരിക്കുന്നത്. അത്രയും ഇമ്പോർട്ടന്റ് ആണത്. സോൾവ് പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് പാറ്റേൺസ് ആൻഡ് ഡിഫിക്കൽട്ടി. അതായത് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും ഞാൻ എത്ര ടൈം, ഞാൻ പറഞ്ഞ പോലെ വേണം നിങ്ങൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ, ഞാൻ എത്ര ടൈം എടുക്കും, എന്തൊക്കെയാണ് അവിടെ വരുന്ന ഇഷ്യൂസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, മോക്ക് ടെസ്റ്റുകൾ, മോക്ക് ടെസ്റ്റ് 2-3 ഞങ്ങൾ തരാം. ഓക്കെ, എല്ലാത്തിനും കൂടി നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്, എന്നാലും ഞങ്ങൾ എന്ത് ചെയ്യാം മാക്സിമം. കാരണം നമുക്ക് ഒരു ഏരിയയിൽ പെയ്ഡ് കുട്ടികളുണ്ടായിരുന്നു, അവരുടെ കാര്യങ്ങളാണ് കൂടുതൽ നോക്കണേ. എല്ലാ സ്റ്റാഫുകളും ഇപ്പൊ അവരെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ 1 ഇയർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്തു. അതായത് 2026 കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കുറെ എക്സാംസ് ഉണ്ട്, അതിനുള്ള കോച്ചിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പൊ അതിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നവർക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അഡ്മിഷൻ എടുക്കാവുന്നതാണ് കേട്ടോ. 1 ഇയർ പ്ലാൻ നിങ്ങൾ എന്തായാലും അടുത്ത വർഷം ഞങ്ങൾ സർവീസിൽ കയറ്റിയിരിക്കും. ആ ലെവലുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും മെറ്റീരിയലും ഒക്കെയാണ് തരിക. അതിന്റെ ക്ലാസ്സുകളും നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പൊ ടൈം മാനേജ്മെന്റ്, ഇതാണ് ഞാൻ പറഞ്ഞത്. ടൈം നിങ്ങൾ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പഠിക്കണം. മാത്സ് ഒക്കെ ഒരു ക്വസ്റ്റ്യൻ എത്ര ടൈം എടുക്കേണ്ടത് മനസ്സിലാക്കി, എവിടെയാണ് വീക്ക് പോയിന്റ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. ഫിസിക്കൽ ഫിറ്റ്നസ് അതിപ്പോ ഞാൻ പറയുന്നില്ല, അത് ഞാൻ വേറെ വീഡിയോയിൽ പറയാം. സ്റ്റേ അപ്ഡേറ്റഡ്, നമ്മളെ ചാനൽ ഫോളോ ചെയ്യുക. അതേപോലെ എന്ത് ചെയ്യുക, നമ്മൾ വാട്സ്ആപ്പ് ടെലഗ്രാം ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. അപ്ഡേറ്റ്സ് ഒക്കെ ഞങ്ങൾ പ്രോപ്പർ ആയിട്ട് പെട്ടെന്ന് അറിയിച്ചു തരും കേട്ടോ. ഹെൽത്തി റൂട്ടീൻ, ഹെൽത്തി ആയിട്ടുള്ള ഒരു റുട്ടീൻ കീപ്പ് ചെയ്യുക കേട്ടോ. അതായത് ഡയറ്റും അതേപോലെ മര്യാദയ്ക്ക് ഉറങ്ങുക, എക്സാം ആയിരുന്നു ഉറക്കം ഒഴിച്ചിരിക്കുക, വെള്ളം കുടിക്കാൻ പ്രോപ്പർ ആയിട്ട് വെള്ളം കുടിക്കണം. കാരണം നിങ്ങളുടെ ബോഡി മെറ്റബോളിസം പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്താലേ നിങ്ങൾക്ക് മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ പ്രോപ്പർ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ലഞ്ച് കഴിക്കുക, ഡിന്നർ കഴിക്കുക, അതിന്റെ ഇടയിൽ 2 ലിറ്റർ വെള്ളവും പ്രോപ്പർ ആയിട്ട് കുടിക്കുക. ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ സുഖമായിട്ട് കിടന്നുറങ്ങുക. മൊബൈലിന്റെ ഗെയിമും ഫ്രീ ഫയറും പബ്ജിയും കളിക്കുന്ന ആൾക്കാർ കുറച്ച് കാലത്തേക്ക് മാറ്റി വെക്കുക. അതേപോലെ ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉള്ള ആൾക്കാർ കുറച്ച് കാലത്തേക്ക് രാത്രിയുള്ള ഈ കഥ പറച്ചിലൊക്കെ നിർത്തി വെക്കുക. ഇനി നമ്മളൊരു ലക്ഷ്യത്തിലേക്കാണ് കേട്ടോ. ലക്ഷ്യം ഉണ്ടെങ്കിലേ നമുക്ക് ഇതൊക്കെ ഉള്ളു ലൈഫിൽ കേട്ടോ. പിന്നെ നിങ്ങൾ ഗെയിം കളിക്കേ എനിക്ക് എന്ത് വേണേലും ആയിക്കോ. ഇനി നമുക്ക് നമ്മുടെ മുമ്പിൽ ലക്ഷ്യമില്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പൊ റിവിഷൻ ആണ്. അവസാനത്തെ ഒരു 7 ദിവസം മതി, അധികം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അവസാനത്തെ 7 ദിവസം നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം പ്രീവിയസ് ഇയർ നമ്മളെ ഷോർട്ട് നോട്ടുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഷോർട്ട് നോട്ടുകൾ എടുത്ത് മാക്സിമം ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, മാക്സിമം വെറുതെ വായിച്ചു പോവാതെ നിങ്ങളുടേതായിട്ടുള്ള ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കി വെക്കാം കേട്ടോ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ പിള്ളേരിൽ ഉപയോഗിച്ചിട്ട് ഏകദേശം 16 പേരായിരുന്നു കഴിഞ്ഞ വർഷം ആകെ നമുക്കുണ്ടായിരുന്ന പിള്ളേര്. അതിൽ 14 പേര് എക്സാം പാസ്സായതാണ്. ഓക്കെ, ഇത് തള്ളുന്നല്ല, വേണമെങ്കിൽ അവന്മാരെ ലിസ്റ്റ് വെച്ച് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഈ പരീക്ഷകളൊക്കെ കഴിഞ്ഞ വർഷം ഞാൻ ഉപയോഗിച്ച് വിജയിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞു തരുന്നത് കേട്ടോ. ഇമ്പോർട്ടന്റ് ഏരിയാസ് ഓഫ് അഗ്നിവർ എക്സാം. ഇനി നോക്കോ, ഞാൻ നിങ്ങൾക്ക് മടിയന്മാർക്കുള്ള ഒരു ഏരിയ ആണത്. അതായത് ഇനി ഇതെങ്കിലും പഠിച്ചിട്ടേ നിങ്ങൾ എക്സാമിന് പോകാൻ പാടുള്ളൂ. എല്ലാം ഒന്നും പറയുന്നില്ല, കുറച്ചേ പറയുന്നുള്ളൂ കേട്ടോ. 10 ലെവലുള്ള മാത്സ് നിങ്ങൾ ഏതൊക്കെയാണ് പഠിക്കേണ്ടേ? സെക്ഷൻ ഇവാലുവേറ്റ്സ് ഫോർ യുവർ ഫൗണ്ടേഷണൽ നോളജ് ഇൻ ബേസിക് മാത്സ് കൺസെപ്റ്റ്. ബേസിക് ആയിട്ടുള്ള മാത്സിന്റെ റൂളുകൾ, ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വെക്കാം. നമ്പർ സിസ്റ്റംസ് ആൻഡ് സിംപ്ലിഫിക്കേഷൻ എന്തായാലും പഠിക്കും. നമ്പർ സിസ്റ്റം എന്തായാലും ചോദ്യം ഉണ്ടാവും. അരിതമെറ്റിക്, പെർസെന്റേജ്, പ്രോഫിറ്റ് ലോസ്, സിമ്പിൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. പെർസെന്റേജും പ്രോഫിറ്റ് ലോസും എല്ലാ എക്സാമിനും ബേസിക് ലെവലിൽ ചോദിക്കാനുള്ള ആകെ ചോദ്യങ്ങളിൽ കുറച്ചാണത്. അൽജിബ്ര, ലീനിയർ ഇക്വേഷൻസ്, പോളിനോമിയൽ. ഓക്കെ, അൽജിബ്ര, ലീനിയർ ഇക്വേഷൻസും പോളിനോമിയൽസ് മാത്രം പഠിച്ചു പോകാൻ നോക്കുക. ജിയോമെട്രി, ആംഗിൾസ്, ട്രയാംഗിൾസ്, സർക്കിൾസ് നോക്കുക. ട്രിഗ്നോമെട്രി ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. മാത്സ് മൊത്തം സ്കിപ്പ് ചെയ്യരുത്. ഏതൊക്കെയോ വീഡിയോനായിട്ട് ചോദിച്ചു സാറേ മാത്സ് പഠിക്കാതെ പോട്ടേന്ന്. മാത്സ് പഠിക്കാതെ പോണ്ട, മാത്സിന് ചില പാർട്ടുകൾ സ്കിപ്പ് ചെയ്യാം, മൊത്തം സ്കിപ്പ് ചെയ്യാൻ നിൽക്കരുത്. മെൻസുറേഷൻ ഏരിയ, വോളിയം, സർഫേസ് ഏരിയ, 2D, ഇതൊക്കെ പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പഠിച്ചോളാം കേട്ടോ. ഇനി ജനറൽ സയൻസ് ചോദിക്കോ, ഫണ്ടമെന്റൽ കൺസെപ്റ്റ് ഫ്രം ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി. പറഞ്ഞത് ലോസ് ഓഫ് മോഷൻ എന്തായാലും പഠിക്കണം. എനർജി, സൗണ്ട്, മാഗ്നറ്റിസം, ഇതിന്റെ ക്ലാസ്സുകളൊക്കെ നമ്മളെ ചാനലിൽ ഉണ്ടെന്ന് തോന്നുന്നു, ഫ്രീ ചാനലിൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ കെമിസ്ട്രി, ആസിഡ്സ് ആൻഡ് ബേസിന്റെ കെമിക്കൽ റിയാക്ഷൻസ്, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ഉണ്ട്. ബയോളജി, ഹ്യൂമൻ അനോട്ടമി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഡിസീസസ് ഫ്രീ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലാന്റ് ബയോളജി എടുത്തിട്ടുണ്ട്. എൻവയോൺമെന്റ് ഞാൻ എടുത്തുതരാം, നാളെ മറ്റന്നാളായിട്ട് തന്നെ എടുത്തുതരാം. ജി കെ നോക്കണം. ടെസ്റ്റ് യുവർ അവയർനെസ്, അത് ഇത്രയും കാര്യങ്ങൾ ഞാൻ എടുത്തോ ഇല്ലെന്ന് നോക്കാനല്ല, നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണേ. പിന്നെ ജനറൽ നോളജ് നോക്കണം. ടെസ്റ്റ് യുവർ അവയർനെസ് ഓഫ് കറന്റ് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ്, അതായത് നിങ്ങളുടെ ഈ അടുത്ത് നടന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അവയർനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. ഇനി നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇവന്റ്സ്, ഡിഫൻസ് ന്യൂസ്, ഇന്ത്യൻ ഹിസ്റ്ററിനെ പറ്റി നിങ്ങൾക്ക് ഒരു ആൻഷ്യൻ ടു മോഡേൺ ഹിസ്റ്ററി വരെ നിങ്ങൾക്ക് ഒരു നല്ലൊരു അവയർനെസ് ഉണ്ടാവണം. ഫ്രീഡം മൂവ്മെന്റ് അറിഞ്ഞിരിക്കണം. ജോഗ്രഫിയിൽ നോക്കുക, ഇന്ത്യൻ ആൻഡ് വേൾഡ് ജോഗ്രഫി മാക്സിമം നോക്കുക. നമ്മളെ റിവേഴ്സും കാര്യങ്ങളൊക്കെ ഇന്നിപ്പോ ഞാൻ അതിന്റെ നോട്ട് കൊടുത്തിട്ടേ ഉള്ളൂ, പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇന്ത്യൻ പൊളിറ്റിക്സ് ഉണ്ട്,
കോൺസ്റ്റിറ്റ്യൂഷൻ, ലീഡേഴ്സ്, പൊളിറ്റിക്കൽ സിസ്റ്റം, സ്പോർട്സ്, ടൂർണമെന്റ്, അവാർഡ്സ് ആൻഡ് നോട്ടബിൾ പ്ലേയേഴ്സ്. ഓർത്ത് വെക്കുക, ഇത്രയും കാര്യങ്ങൾ പഠിച്ചുക. ഇംഗ്ലീഷ്, ക്ലർക്കും ഇതൊക്കെയാണ് ഇംഗ്ലീഷ് ഉള്ളത്. നിങ്ങൾ എന്ത് ചെയ്യാം, കമാൻഡ് ഓവർ ഇംഗ്ലീഷ്, ഗ്രാമർ ആൻഡ് കോമ്പിനേഷൻ, വൊക്കാബുലറി, സിനോണിംസ്, ആന്റോണിംസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഗ്രാമർ, ടെൻസസ്, ആർട്ടിക്കിൾസ്, പ്രിപ്പോസിഷൻ, സെന്റൻസ് കറക്ഷൻ, അതേപോലെ റീഡിംഗ് കോമ്പിനേഷൻ ഉണ്ടാവും, അണ്ടർസ്റ്റാൻഡിംഗ് ദ അനലൈസിംഗ് ഗിവൺ പാസേജസ്, പങ്ക്ച്വേഷൻ, സ്പെല്ലിംഗ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ചോളാം. ഞാൻ വേഗം വായിച്ചു പോയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇംഗ്ലീഷ് ഉണ്ടാവുക. റീസണിംഗ് വളരെ കുറച്ചേ ഉള്ളൂ. 5 മാർക്കിനാണ് റീസണിംഗ് ചോദിക്കുക, 5 ചോദ്യങ്ങൾ കേട്ടോ. അസസ് യുവർ ലോജിക്കൽ റീസണിംഗ് ആൻഡ് മെന്റൽ എബിലിറ്റി, അനലോഗി ആൻഡ് ക്ലാസിഫിക്കേഷൻ, നമ്പർ സീരീസ്, പാറ്റേൺസ്, കോഡിംഗ്, ഡീകോഡിംഗ്, ബ്ലഡ് റിലേഷൻ, സിലോഗിസം ആൻഡ് വെൻ ഡയഗ്രംസ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്കുള്ളത്. ഓക്കെ, ഇതിൽ താങ്ക് യു എഴുതാൻ വിട്ടുപോയി, താങ്ക് യു. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്കുള്ളത്. ഓക്കെ, അപ്പൊ ഇനി പഠിച്ച് പാസ്സാവണം എന്നുള്ള ആൾക്കാർ, ഇനി അങ്ങോട്ട് കുറച്ച് സമയമുള്ളൂ, എനിക്ക് എന്തെങ്കിലും പഠിച്ച് പാസ്സാവണം എന്നുള്ള ആൾക്കാര് 1000 രൂപയ്ക്കാണ് നമ്മൾ കോഴ്സ് കൊടുക്കുന്നത്. ജോയിൻ ചെയ്യാം, ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാം. താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ജോയിൻ ചെയ്യാം. നാളെ തൊട്ട് തന്നെ ഇന്ന് എന്നോട്ട് എന്ത് ചെയ്യാം, പഠിച്ചു കൊടുക്കാം. അതിപ്പോ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഓഫ്ലൈൻ ആയിട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്നും കുഴപ്പമില്ല, നമ്മളതിൽ എന്ത് ചെയ്യാം, നമ്മൾ ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് തരാം. അവിടെ നിങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി തരുന്ന ഓഫ്ലൈൻ അക്കാഡമികൾ കൂടുതൽ നിങ്ങൾക്ക് പ്രയോറിറ്റി തരുന്നത് ഫിസിക്കലിലാണ്. വളരെ 1-2 അക്കാഡമികളെ കേരളത്തിൽ എനിക്ക് പരിചയമുള്ളത് അക്കാഡമിക്സിൽ അത്രയും കോൺസെൻട്രേഷൻ തരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സർവീസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഒരു 1000 രൂപയ്ക്ക് കേരളത്തിൽ ആരും നിങ്ങൾക്ക് ഈ കോഴ്സ് തരില്ല മക്കളെ, ഞാൻ ഉറപ്പിച്ച് പറയാം. എല്ലാരെയും നോക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പൈസ ഫിക്സ് ചെയ്ത് എങ്ങനെയും നിങ്ങൾ പഠിച്ച് പാസ് ഔട്ട് ചെയ്തിട്ട്, നമുക്ക് എക്സ്പെൻസസ് ഉള്ളതല്ലേ. അപ്പം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഇപ്പൊ തന്നെ സ്റ്റഡി പ്ലാൻ വേണ്ട ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് അയച്ചുതരാം. നിങ്ങൾ സ്വയം പഠിച്ചാലും കുഴപ്പമില്ല. ഇപ്പൊ കോഴ്സിന് ഒരു ഡീറ്റെയിൽഡ് മെറ്റീരിയൽസും കാര്യങ്ങളും വേണമെങ്കിൽ കോഴ്സിനെ ജോയിൻ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഇന്നോട്ട് പഠിക്കാം. എല്ലാ അപ്ഡേഷൻസും ഞാൻ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എത്തിച്ചു തരും. ചാനൽ എന്ത് ചെയ്യാം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യാം, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോഴേ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ, പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ തരാനും മെറ്റീരിയൽസ് തരാനൊക്കെ. ഓക്കെ, അപ്പൊ ഇനി ഞാൻ കൂടുതൽ വെറുപ്പിക്കുന്നില്ല. ബൈ, താങ്ക് യു.